കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചുള്ള പീഡനം കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാകുമെന്ന് സൂചന. ഒളിവിൽ പോയ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ ഉൾപ്പെടെ 10ഓളം പ്രതികളെയാണ് ഇനി അന്വേഷണ സംഘത്തിന് പിടികൂടാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 8 പ്രതികളാണ് റിമാൻഡിലുള്ളത്. യൂത്ത് ലീഗ് നേതാവ് അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ്. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യത്തിലുള്ള ശ്രമം കൂടി സമാന്തരമായി നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കോഴിക്കോട് കസബ പോലീസിനും കണ്ണൂർ പയ്യന്നൂർ പോലീസിനും എറണാകുളം എളമക്കര പോലീസിനും ഒക്കെ തന്നെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ കൈമാറിയിട്ടുള്ളത്. ഇനി അവിടെയൊക്കെ തന്നെ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രതികൾ ഒരു പക്ഷേ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഒക്കെ തന്നെ കടക്കാനുള്ള സാധ്യത കൂടി പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു അന്വേഷണം തന്നെ നടക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഹോസ്ദുർഗ് ഡിവൈഎസ്പിക്കാണ് കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 5 CIമാർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ മറ്റ് ജില്ലകളിലെ പോലീസുമായി ഒക്കെ തന്നെ ഏകോപനത്തോടു കൂടി തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കേസുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് നിലവിൽ പിടികൂടാനായുള്ളത്. ഇതിൽ പയ്യന്നൂർ പോലീസിന് നേരത്തെ കേസിൻ്റെ വിശദവിവരങ്ങൾ കൈമാറിയിരുന്നു. ഇതേ തുടർന്നാണ് പയ്യന്നൂർ കോറം സ്വദേശിയായ ഗിരീഷിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്.